യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ. ആൻ കാതറിൻ എമറിച്ചിൻ്റെ ദർശനങ്ങൾ. അധ്യായം 4. അന്ത്യത്താഴത്തിന് യേശു ഉപയോഗിച്ച കാസ. വെറോനിക്കയുടെ വീട്ടിൽ നിന്ന് അപ്പസ്തോലന്മാർ കൊണ്ടുവന്ന കാസ വളരെ മനോഹരവും നിഗൂഢത ഉള്ളതുമായിരുന്നു. ദേവാലയത്തിലെ പുരാവസ്തു ശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന അതിൻ്റെ ചരിത്രവും ഉപയോഗവും വിസ്മരിക്കപ്പെട്ടിരുന്നു. ക്രൈസ്തവ സഭയിലും ഒരളവ് വരെ ഇതേ അവസ്ഥ തന്നെ നാം കാണുന്നു. ഇവിടെയും വിലപിടിപ്പുള്ള പവിത്ര വസ്തുക്കൾ കാലാന്തരത്തിൽ വിസ്മരിക്കപ്പെടുകയും ഉപയോഗശൂന്യമായി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ദേവാലയത്തിനടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന പുഷ്പകുംഭങ്ങളും ആഭരണങ്ങളും പലപ്പോഴും കുഴിച്ചെടുത്ത് വിൽക്കുകയോ ഉരുക്കി വാർക്കുകയോ ചെയ്തിരുന്നു. വിശുദ്ധമായ ഈ പാനപാത്രം ഏതോ അജ്ഞാത ലോഹം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരുന്നതിനാൽ അത് ഉരുക്കി വാർക്കാൻ കഴിയാതെ ദേവാലയത്തിന്റെ അറപ്പുരയിൽ മറ്റു വസ്തുക്കളുടെ കൂടെ സൂക്ഷിച്ചിരുന്നു. പഴയ വസ്തുക്കൾ ശേഖരിച്ച് കച്ചവടം ചെയ്യുന്നവർക്ക് വിൽക്കപ്പെട്ടെങ്കിലും ദൈവനിയോഗത്താൽ സെറാഫിയാണ് അത് വാങ്ങിയത്. തിരുനാൾ ആഘോഷങ്ങൾക്കിടയിൽ യേശു പല പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അന്ത്യത്താഴം മുതൽ അത് ക്രിസ്തീയ സമൂഹത്തിന് മാത്രം അവകാശപ്പെട്ട വസ്തുവായി തീർന്നു. കർത്താവ് നേരത്തെ ഉപയോഗിച്ചിരുന്ന അവസ്ഥയിലായിരുന്നില്ല അന്ത്യത്താഴവേളയിൽ ആ കാസ. ഒരുപക്ഷെ ഈ അവസരത്തിലായിരിക്കാം അതിന്റെ വിവിധ ഭാഗങ്ങൾ കൂട്ടിയിണക്കപ്പെട്ടത്. വലിയ കാസ ഒരു താളത്തിന്മേലാണ് ഉറപ്പിച്ചിരുന്നത്. അതിനു ചുറ്റുമുള്ള പീഠത്തിൽ 6 ചെറിയ ഗ്ലാസുകളുണ്ട്. വലിയ കാസയ്ക്കുള്ളിൽ പൂക്കൾ വയ്ക്കുന്ന വിധത്തിലുള്ള ഒരു ചെറിയ പാത്രം ഒരു ചെറിയ പ്ലേറ്റിൽ ഉറപ്പിച്ചിരിക്കുന്നു. വൃത്താകൃതിയിലുള്ള യോജിച്ച അടപ്പും അതിനുണ്ടായിരുന്നു. കാസയുടെ ചുവട്ടിൽ എളുപ്പം എടുക്കത്തക്ക വിധം ഒരു സ്പൂണും കാണാം. ഈ പാത്രങ്ങളെല്ലാം നേർത്ത തുണി കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ഇവയ്ക്കെല്ലാം കൂടി തുകൽ കൊണ്ടുണ്ടാക്കിയ ഒരു കവചവും ഉണ്ടായിരുന്നു. ഒരു കപ്പും അതിന് താങ്ങി നിർത്തിയിരുന്ന ഒരു പാദവും ചേർന്നതാണ് വലിയ കാസ. പാദം ഉണ്ടാക്കിയിരുന്ന ലോഹം കപ്പിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ അത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതായിരിക്കാനാണ് സാധ്യത. പേർ പഴത്തിന്റെ ആകൃതിയും കറുത്ത നിറവും നല്ല കട്ടിയും മിനുസവുമുള്ള ഈ കപ്പ് സ്വർണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്നു. ഇരുവശങ്ങളിലും കൈപ്പിടിയും അതിനുണ്ടായിരുന്നു. ശുദ്ധ സ്വർണം കൊണ്ട് നിർമ്മിച്ച രത്നക്കല്ലുകൾ പതിച്ച് അലങ്കരിച്ച അതിന്റെ പാദത്തിന്മേൽ പാമ്പിന്റെയും മുന്തിരിക്കുലയുടെയും രൂപങ്ങൾ കൊത്തിയിരുന്നു. ജെറുസലേമിലെ പള്ളിയിൽ വിശുദ്ധ ചെറിയ യാക്കോബ് ഈ കാസ സൂക്ഷിച്ചു. ഇപ്പോഴും അത് ആ പട്ടണത്തിൽ തന്നെയുണ്ടെന്ന് ഞാൻ കാണുന്നു. എന്നെങ്കിലും അത് വീണ്ടും പ്രത്യക്ഷപ്പെടും. അതിനു ചുറ്റുമുണ്ടായിരുന്ന കൊച്ചു കപ്പുകൾ മറ്റു പള്ളികൾ സ്വന്തമാക്കി. ഒരെണ്ണം അന്ത്യോക്യയിലേക്കും മറ്റൊന്ന് എഫെസസിലേക്കും സംഭവിക്കപ്പെട്ടു. ഈ കപ്പുകൾ പാത്രിയാർക്കന്മാരുടെ ഉടമസ്ഥതയിലായിരുന്നു. ആശീർവാദം കൊടുക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും ഒരു പാനീയം ഈ കപ്പുകളിൽ അവർ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വലിയ കാസ പണ്ടുകാലത്ത് അബ്രഹത്തിന്റെ സ്വന്തമായിരുന്നു. ജെറുസലേം പണിയപ്പെട്ട സ്ഥലത്ത് താമസം തുടങ്ങാനായി കാനാൻ ദേശത്തേക്ക് വന്നപ്പോൾ സെമിരാമിയുടെ നാട്ടിൽ നിന്ന് മെൽക്കിസദേക്ക് കൊണ്ടുവന്നതാണ് അത്. അക്കാലങ്ങളിൽ വലിയ അർപ്പണത്തിന് അദ്ദേഹം ഈ കാസ ഉപയോഗിച്ചിരുന്നു. അബ്രഹത്തിന്റെ സാന്നിധ്യത്തിൽ അപ്പവും വീഞ്ഞും കാഴ്ചയർപ്പിച്ച ശേഷം മെൽക്കിസദേക്ക് ഈ കാസ അദ്ദേഹത്തിന് നൽകി.